പഠിച്ച പണി 18 പയറ്റിയിട്ടും കേരളത്തിൽ കൃത്യമായ ഒരു വളർച്ച നേടുവാനോ രാഷ്ട്രീയ അടിത്തറ വർദ്ധിപ്പിക്കുവാനോ ബി.ജെ.പിക്ക് സാധിച്ചിട്ടില്ല. രാജ്യത്തെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും തങ്ങളുടെ വേരുകൾ പടർത്തുമ്പോഴും ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും അധികാരമുറപ്പിക്കുമ്പോഴും കേരളം അവർക്കിപ്പോഴും ഒരു കിട്ടാക്കനിയാണ്. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം സമീപകാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ തന്ത്രജ്ഞനായ അഭിനവ ചാണക്യൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബി.ജെ.പിയുടെ കേന്ദ്ര രാജ്യരക്ഷാ മന്ത്രി അമിത്ഷാ അടക്കം പലവിധ തന്ത്രങ്ങളും കേരളത്തിന് വേണ്ടി ആവിഷ്കരിച്ചിട്ടുണ്ട്, നടപ്പാക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ അവയെല്ലാം അമ്പെ പരാജയപ്പെടുകയായിരുന്നു. കേന്ദ്രഭരണത്തിൻ്റെ ആനുകൂല്യത്തിൽ കോടിക്കണക്കിന് രൂപയാണ് ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും ബി.ജെ.പി കേരളത്തിൽ ഒഴുക്കുന്നത്. എന്നിരുന്നാൽ പോലും ഇത് സാധൂകരിക്കുന്ന, ഈ പണത്തിൻ്റെ ചെലവഴിക്കലിനെ സാധൂകരിക്കുന്ന ഒരു നേരിയ മുന്നേറ്റം പോലും അവർക്കിതുവരെയും കാഴ്ചവെക്കുവാൻ സാധിച്ചിട്ടില്ല. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ഇടതുപക്ഷത്തിൻ്റെ, കൃത്യമായി പറഞ്ഞാൽ CPM-ൻ്റെ ജീർണത മൂലമാണ് ബി.ജെ.പിക്ക് അല്പമെങ്കിലും നേട്ടമുണ്ടാക്കുവാൻ സാധിച്ചിട്ടുള്ളത് എന്നതും രാഷ്ട്രീയ വൃത്തങ്ങളുടെ വിലയിരുത്തലാണ്. എന്നാൽ ഇതിനെല്ലാം അപവാദമായി സമീപകാലത്ത് ബി.ജെ.പിയിൽ നിന്ന് ചില യുവ നേതാക്കൾ ശക്തമായി ഉദിച്ചുയരുന്നുണ്ട്. അവരുടെ ഇടപെടലുകൾ ജനങ്ങളെ ആകർഷിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ജനങ്ങൾക്ക് ഏറെ സ്വീകാര്യനായ ബി.ജെ.പിയുടെ ഒരു യുവ നേതാവാണ് യുവരാജ് ഗോകുൽ. പലപ്പോഴും ചാനൽ ചർച്ചകളിൽ ചാട്ടുളി പോലുള്ള വാക്പ്രയോഗങ്ങളിലൂടെയും വാദമുഖങ്ങളിലൂടെയും എതിർപക്ഷത്തുള്ള രാഷ്ട്രീയ എതിരാളികളുടെ ഡിബേറ്റർമാരുടെ വാദങ്ങളെ പൊളിച്ചടുക്കുവാൻ യുവരാജ് ഗോകുലിന് സാധിച്ചിട്ടുണ്ട്. പലപ്പോഴും തങ്ങൾക്കെതിരായി നിൽക്കുന്ന ഡിബേറ്റർമാരുടെ നിലപാടുകളിലെ ഇരട്ടത്താപ്പ് പോലും യുവരാജ് ഗോകുൽ സമർത്ഥമായി ഈ ചാനൽ ചർച്ചകളിൽ പൊളിച്ചെടുക്കാറുമുണ്ട്. എന്നാൽ ഈ യുവരാജ് ഗോകുലും തൻ്റെ മുൻഗാമികളുടെ പാത പിന്തുടർന്നുകൊണ്ട് ഒരു ചാണകസംഖ്യയുടെ നിലവാരത്തിലേക്ക് അധപതിക്കുകയാണോ എന്ന സംശയം ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ ശക്തമായി നിലനിൽക്കുന്നുണ്ട്. അതിന് കാരണമായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. യുവരാജ് ഗോകുൽ ഇവിടെ ഒരു സിനിമാ താരത്തെയാണ് ലക്ഷ്യമിടുന്നത്. എന്തുകൊണ്ടാണ് യുവരാജ് ഗോകുൽ ഇത്തരത്തിൽ ഒരു സിനിമാ താരത്തെ ടാർഗറ്റ് ചെയ്യുന്നതെന്നും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ സിനിമാ താരം ബി.ജെ.പിയാൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്നതെന്നും എന്താണ് ആ സിനിമാ താരം ബി.ജെ.പിക്കെതിരായി നടത്തിയ അഭിപ്രായ പ്രകടനം എന്നുള്ളതിൻ്റെയും വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി പ്രിയപ്പെട്ട പ്രേക്ഷകർ, കേരള സ്പീക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾക്കുള്ള പിന്തുണ ഇനിയും തുടരണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബി.ജെ.പിക്കുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ ജനതയുടെ, മലയാളികളുടെ മതേതര ബോധമാണ്, അല്ലെങ്കിൽ മതേതര മൂല്യങ്ങളാണ്. തീവ്ര ഹിന്ദുത്വത്തിലൂന്നിയ, വിദ്വേഷത്തിലൂന്നിയ, വിദ്വേഷ പ്രചാരണങ്ങളൂന്നിയ ബി.ജെ.പിയുടെ പ്രത്യയശാസ്ത്രത്തോടും പ്രവർത്തന ശൈലിയോടും മലയാളികൾക്ക് എന്നും ഒരു ഭയപ്പാട് നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാന ബി.ജെ.പിയിലെ പല നേതാക്കളുടെയും നിലവാരമില്ലായ്മയും അവരുടെ പ്രവർത്തന ശൈലിയും അഴിമതിയും തമ്മിൽ തല്ലുമെല്ലാം ഇവരിൽ നിന്ന് ജനങ്ങളെ അകറ്റി നിർത്തുന്ന ഘടകങ്ങളാണ്. സുരേഷ് ഗോപി എന്ന ബി.ജെ.പിയുടെ സ്വന്തം കേന്ദ്രമന്ത്രിക്ക് പോലും ബി.ജെ.പി സംസ്ഥാന നേതൃത്വത്തിലെ പ്രമുഖരുമായി യോജിച്ചു പോകുവാൻ സാധിക്കുന്നില്ല എന്നതും വസ്തുതയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ചില ചാണകസംഖികളെ പോലെ യുവരാജ് ഗോകുൽ എന്ന പ്രതീക്ഷയുണർത്തിയ നേതാവും അധപ്പതിക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുമ്പിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അനാവൃതം ആകുന്നതെന്ന്. ഏതൊക്കെയാണെങ്കിലും കൃത്യമായി ഇനി നമുക്ക് ഈ വിഷയത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് കടന്നു വരാം. നമുക്കറിയാമല്ലോ, ബി.ജെ.പിക്കെതിരെ എന്ന് അവർക്ക് തോന്നുന്ന നിലയിൽ പല സാമൂഹ്യ വിഷയങ്ങളിലും അഭിപ്രായ പ്രകടനം നടത്തുന്ന ആളുകളെ ബി.ജെ.പിക്കാർ കൃത്യമായി ടാർഗറ്റ് ചെയ്യാറുണ്ട്, വേട്ടയാടാറുണ്ട്. ഇതിനുള്ള ഏറ്റവും പുതിയ ഉദാഹരണമാണ് CJPയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് യുവജനങ്ങൾ നീറ്റ് വിരുദ്ധ പ്രക്ഷോഭം ഡൽഹിയിൽ സംഘടിപ്പിച്ചപ്പോൾ അതിന് ഐക്യദാർഢ്യവുമായി പോയ രഞ്ജിനി ഹരിദാസ് എന്ന കേരളത്തിലെ അറിയപ്പെടുന്ന ആങ്കർക്കെതിരെ ബി.ജെ.പി നേതാവായ B. ഗോപാലകൃഷ്ണൻ നടത്തിയ നിലവാരമില്ലാത്ത വിമർശനങ്ങൾ. ഇതിന് രഞ്ജിനി നൽകിയ മറുപടിയും ഏറെ ചർച്ചയായിരുന്നു. സമൂഹ മാധ്യമങ്ങളിലും മുഖ്യധാരാ മാധ്യമങ്ങളിലും ഈ വിഷയം നിരവധി ഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തൻ്റെ സിനിമകളിലൂടെ പൃഥ്വിരാജ് പറയുന്ന രാഷ്ട്രീയത്തോടുള്ള ബി.ജെ.പിയുടെ അസഹിഷ്ണുതയാണ് പലപ്പോഴും അദ്ദേഹം കേന്ദ്ര ഏജൻസികളുടെ കണ്ണിൽ കരടാകുന്നത് എന്നും മലയാളികൾ വിശ്വസിക്കുന്നുണ്ട്. അതായത് ഇൻകം ടാക്സും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റുമെല്ലാം പൃഥ്വിരാജിനെയും പൃഥ്വിരാജിൻ്റെ അടുത്ത് നിൽക്കുന്നവരെയും വേട്ടയാടുന്നതും നിരന്തരം അവർക്കെതിരെ റെയ്ഡുകൾ സംഘടിപ്പിക്കുന്നതുമെല്ലാം ബി.ജെ.പിയുടെ വിദ്വേഷ അജണ്ടയുടെ ഭാഗമായിട്ടാണെന്നാണ് ജനങ്ങൾ കേരളത്തിൽ വിലയിരുത്തുന്നത്. ദുൽഖർ സൽമാനും ഇത്തരത്തിൽ ബി.ജെ.പിയാൽ വേട്ടയാടപ്പെട്ട ഒരു താരമാണെന്നും ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഏതൊക്കെയാണെങ്കിലും യുവരാജ് ഗോകുൽ ഈ പ്രമുഖ നടന്മാരെ ഒന്നുമല്ല ഇപ്പോൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഏറെക്കാലമായി മലയാള സിനിമാ രംഗത്ത് നിലകൊള്ളുന്ന ശ്രദ്ധേയനായ ഒരു യുവതാരത്തെയാണ്. വലിയ രീതിയിൽ സക്സസ് ഒന്നും അവകാശപ്പെടുവാനില്ലാത്ത ഈ യുവതാരത്തെ എന്തുകൊണ്ടാണ് യുവരാജ് ഗോകുൽ ടാർഗറ്റ് ചെയ്യുന്നത് എന്നതിലേക്കാണ് ഇന്ന് ഈ വീഡിയോ വെളിച്ചം വീശുന്നത്. ആദ്യമായി നമുക്ക് യുവരാജ് ഗോകുൽ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് കേട്ടു നോക്കാം.
2026 ഓഗസ്റ്റ് മാസം 6-ാം തീയതിയാണ് യുവരാജ് ഗോകുൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. അതിൽ പറയുന്നത് ഇപ്രകാരമാണ്: എപ്പോഴും പൃഥ്വിരാജിൻ്റെയും ടൊവിനോയുടെയും പിറകെ പോയി നേരം കളയണമെന്നില്ല. ഇവരൊക്കെ ഈ ക്യാമ്പയിൻ്റെ 2-മത്തെയോ 3-മത്തെയോ ഘട്ടത്തിൽ വന്നു ചേരുന്നവരാണ്. എല്ലായ്പ്പോഴും ഒരു പ്രത്യേകതരം ക്യാമ്പയിൻ്റെ ആദ്യഘട്ട വെടി പൊട്ടിക്കുന്നത് സണ്ണി ലിയോണിൻ്റെ പേരിനോട് സാമ്യമുള്ള ഒരു നടനാണ്. ഒറ്റപ്പെട്ട പോസ്റ്റുകളായി വരും, പിന്നീട് അത് മറ്റുള്ള പലരും ഏറ്റെടുക്കും. അതായത് ഈ ക്യാമ്പയിൻ്റെ സോഴ്സിനോട് അടുത്ത് നിൽക്കുന്ന വ്യക്തി ഒന്നുകിൽ അയാളാണ്, അല്ലെങ്കിൽ അയാളുടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവരാണ്. FIR സിനിമയിൽ തലയിൽ ബുള്ളറ്റ് കൊണ്ടയാളുടെ ബ്ലഡ് അധികം പടർന്നിട്ടില്ലാത്ത ഫോട്ടോ പോലെ തന്നെ. CAA സമരം മുതൽ ശ്രദ്ധിക്കുന്ന പാറ്റേൺ ആണിത് എന്ന് പറഞ്ഞുകൊണ്ട് യുവരാജ് ഗോകുൽ ഈ പോസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ആരാണ് സണ്ണി ലിയോണിൻ്റെ പേരിനോട് സാദൃശ്യമുള്ള മലയാള സിനിമാ രംഗത്തെ നടൻ എന്ന് ചോദിച്ചാൽ നമുക്ക് എളുപ്പം മനസ്സിലേക്ക് ഓടിയെത്തുന്ന പേര് നടൻ സണ്ണി വെയിൻ്റെ പേരാണ്. നടൻ സണ്ണി വെയിൻ ദീർഘകാലമായി മലയാള സിനിമാ രംഗത്തെ ഒരു സാന്നിധ്യമാണെങ്കിൽ പോലും പലപ്പോഴും പല ശ്രദ്ധേയ വേഷങ്ങളും സഹനടൻ എന്ന നിലയിൽ കാഴ്ചവെച്ചിട്ടുണ്ട് എങ്കിൽ കൂടിയും ഒരു നായക നടൻ എന്ന നിലയിലേക്ക് മലയാള സിനിമാ രംഗത്തെ സ്വാധീനമുള്ള ഒരു താരം എന്ന നിലയിലേക്ക് അദ്ദേഹത്തിന് ഇതുവരെയും ഉയർന്നു വരുവാൻ സാധിച്ചിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാവണം സണ്ണി വെയിനെ BJP ഇത്തരത്തിൽ ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സണ്ണി വെയിൻ പങ്കുവച്ചിട്ടുള്ള ഒരു പോസ്റ്റാണ് അതിനുള്ള കാരണം. സണ്ണി വെയിൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. അത് ഒരു രസതന്ത്ര നാമമാണ്. ഇപ്പോൾ രാജ്യത്ത് വിവാദ വിഷയമായിട്ടുള്ള E20 പെട്രോൾ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് പങ്കുവച്ചതെന്ന് വിലയിരുത്തപ്പെടുന്നു. എഥനോളിൻ്റെ രസതന്ത്ര നാമമാണ് സണ്ണി വെയിൻ പങ്കുവച്ചത്. CH3CH2OH എന്നാണ് സണ്ണി വെയിൻ സമൂഹ മാധ്യമത്തിൽ കുറിപ്പിട്ടത്. ഇത് കൃത്യമായി ഇപ്പോൾ രാജ്യത്ത് BJPക്കെതിരെ ഉയർന്നു വരുന്ന ഏറ്റവും വലിയ വിഷയമായിട്ടുള്ള E20 പെട്രോൾ വിരുദ്ധ പ്രക്ഷോഭത്തിനുള്ള ഐക്യദാർഢ്യമായിട്ടാണ് BJPക്കാർ പലരും വിലയിരുത്തിയത്. അതുകൊണ്ട് തന്നെ സണ്ണി വെയിനെതിരെ സമീപ ദിവസങ്ങളിൽ വലിയ സൈബർ അറ്റാക്കുകൾ സംഘപരിവാർ പാളയങ്ങൾ, കേരളത്തിലെ സംഘപരിവാർ പാളയങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു പോസ്റ്റാവാം ഒരുപക്ഷെ യുവരാജ് ഗോകുലിനെ പ്രകോപിപ്പിച്ചതും. അവർ ആരോപിക്കുന്നത് പോലെ രാജ്യവിരുദ്ധ ശക്തികളുമായി കൈകോർത്ത് നിന്നുകൊണ്ട് ഇത്തരം ക്യാമ്പയിനുകൾ കേരളത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് പിന്നിലും സണ്ണി വെയിനാണ് എന്ന നിഗമനത്തിലേക്ക് എത്തിച്ചേരുവാൻ അവരെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. സണ്ണി വെയിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മലയാള സിനിമാ രംഗത്തെ പ്രമുഖ താരങ്ങളായിട്ടുള്ള പ്രമുഖ യുവതാരങ്ങളായിട്ടുള്ള ടൊവിനോ തോമസുമായിട്ടാണെങ്കിലും പൃഥ്വിരാജുമായിട്ടാണെങ്കിലും എല്ലാം വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു താരമാണ്. അതുകൊണ്ട് തന്നെ സണ്ണി വെയിൻ പങ്കുവെക്കുന്ന ഇത്തരം പോസ്റ്റുകളും നിലപാടുകളുമാവാം സ്വാധീനശേഷിയുള്ള യുവതാരങ്ങളെ, ടൊവിനോയെയും പൃഥ്വിരാജിനെയും പോലുള്ള യുവതാരങ്ങളെ BJPക്ക് എതിരെ എന്ന് BJPക്കാർ വിലയിരുത്തുന്ന നിലപാടുകളിലേക്ക് എത്തിക്കുന്നത് എന്ന ധാരണ മൂലമാവാം ഒരുപക്ഷെ ഇത്തരം ഒരു കടുത്ത ആക്രമണവുമായി സണ്ണി വെയിനെ ടാർഗറ്റ് ചെയ്ത് BJPക്കാർ മുന്നോട്ട് പോകുന്നത്. കേരളത്തിലെ BJPയിലെ നേതാക്കളുടെ ഒരു നിലവാരം വെച്ച് നോക്കുമ്പോൾ സണ്ണി വെയിൻ എന്ന പേര് കേൾക്കുമ്പോൾ അതൊരു ക്രൈസ്തവ പേരായതുകൊണ്ട് അത്തരത്തിൽ കൂടി ഒരു സംശയം അയാളെക്കുറിച്ച് അവർക്കുണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ സണ്ണി വെയിൻ ഒരു ക്രിസ്ത്യാനിയല്ല. സണ്ണി വെയിൻ്റെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത് സുജിത് ഉണ്ണികൃഷ്ണൻ എന്നാണ്. അദ്ദേഹം വയനാട്ടുകാരനാണ്. സിനിമാ രംഗത്ത് പിടിച്ചു നിൽപ്പിനായി അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള ഒരു പേര് മാത്രമാണ് സണ്ണി വെയിൻ എന്നത്. ഇത്തരത്തിൽ പേര് കണ്ട് തെറ്റിദ്ധരിച്ച് സണ്ണി വെയിനെതിരെ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുവാൻ മാത്രം, അയാളെ ടാർഗറ്റ് ചെയ്യുവാൻ മാത്രം ബൗദ്ധിക നിലവാരം കുറഞ്ഞയാളാണ് യുവരാജ് ഗോകുൽ എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഇവിടെ BJPയുടെ ഒരു മനോഭാവമാണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്. കേന്ദ്ര സർക്കാരിനെതിരെ, കേന്ദ്ര നേതാക്കൾക്കെതിരെ, BJPയുടെ നയസമീപനങ്ങൾക്കെതിരെ ആരെങ്കിലും വളരെ നിഷ്പക്ഷമായ ഒരു വിമർശനം ഉയർത്തിയാൽ അവരെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളത് BJPക്കാർക്ക് ഒരു ഹരമായി മാറിയിരിക്കുകയാണ്. രഞ്ജിനി ഹരിദാസിനെ പോലെ തന്നെ ഇത്തരത്തിൽ ടാർഗറ്റ് ചെയ്യപ്പെട്ട മറ്റൊരു വ്യക്തിയാണ് മോഹൻലാലിൻ്റെ മകളായിട്ടുള്ള വിസ്മയ മോഹൻലാൽ. രാജ്യത്ത് നടന്നിട്ടുള്ള CJP പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ വിസ്മയ മോഹൻലാലിനെതിരെയും മകൾ ഇത്തരത്തിലൊരു ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു എന്നതിൻ്റെ പേരിൽ മോഹൻലാലിനെതിരെ പോലും ഇത്തരത്തിൽ സൈബർ സംഘങ്ങൾ, BJPയുടെ സംഘപരിവാറിൻ്റെ സൈബർ സംഘങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ അഴിഞ്ഞാടിയിരുന്നു. ഏതൊക്കെയാണെങ്കിലും ഇത്തരത്തിൽ സിനിമാ താരങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വാർത്തകളിൽ ഇടം നേടാൻ കഴിയുമെങ്കിലും ആത്യന്തികമായി BJPക്കാരൻ്റെ നിലവാരത്തെ, ബൗദ്ധികതയെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്കുള്ള മലയാളികളുടെ പൊതുബോധത്തെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്നതാണ് ഇത്തരം പ്രവർത്തനങ്ങൾ എന്നത് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയുവാനുള്ളത്. യുവരാജ് ഗോകുൽ ഏറെ പ്രതീക്ഷയുണർത്തിയ ഒരു യുവ നേതാവാണ്. എന്നാൽ തരം താഴ്ന്ന, നിലവാരമില്ലാത്ത ഇത്തരം
ചാണക പോസ്റ്റുകളുമായി രംഗത്തെത്തിയാൽ അയാളുടെയും നിലവാരം ജനമനസ്സുകളിൽ ഇടിയും എന്ന് മാത്രമേ പറയുവാനുള്ളൂ. സണ്ണി വെയിൻ പങ്കുവച്ചിട്ടുള്ള ഒരു രസതന്ത്ര നാമം, എഥനോളിൻ്റെ രസതന്ത്ര നാമം കേരളത്തിലെ BJPക്കാരെ ഇത്രമാത്രം അസഹിഷ്ണുത ഉള്ളവരാക്കുന്നു എങ്കിൽ നാളുകളിൽ ഈ സംസ്ഥാനത്ത് അവർ വലിയൊരു സ്വാധീന ശക്തിയായി വളർന്നാൽ നമ്മുടെ നാട്ടിലെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു സങ്കല്പം മാത്രമായി പോവും, ഭൂതകാലത്തെങ്ങോ ഉണ്ടായിരുന്ന ഒരു സംഭവം മാത്രമായി തീരും എന്ന ചിന്ത മാത്രം പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.